കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ രാജ്യത്ത് ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ഈ സംസ്ഥാനത്തെ പൂർണ്ണമായും തഴഞ്ഞു. ഇങ്ങനെ ഒരു നാട് ഇന്ത്യ രാജ്യത്തില്ല എന്ന തോന്നൽ സൃഷ്ടിക്കാൻ അവർ പരിശ്രമിച്ചു. അതല്ല, അതിനോട് അവർക്ക് താല്പര്യമാണ്. കേന്ദ്ര സർക്കാർ കേരളത്തെ ബുദ്ധിമുട്ടിക്കുന്നത് അവർക്കുള്ളിൽ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണെങ്കിൽ മറ്റെന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഇനി ശബരിമല വിഷയം തന്നെയാണെങ്കിൽ അവർക്ക് അടിയന്തര പ്രമേയം നോട്ടീസ് കൊടുക്കാം. ശബരിമല വിഷയം ചർച്ച ചെയ്യാം. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് അതിൻ്റെ കമ്പോട് കമ്പ് കാര്യങ്ങൾ പ്രതിപക്ഷത്തിന് പറയാനുള്ളത് കേരളത്തിലെ മുഴുവൻ ആളുകളും കേൾക്കുന്നതാണല്ലോ. നിങ്ങളുടെ ഉൾപ്പെടെ ചാനലുകൾ വളരെ കൃത്യമായി അസംബ്ലി നടപടികൾ കേരളത്തിൽ സംപ്രേഷണം ചെയ്യുന്നു. പറ്റിപ്പോ മായമോ ഇല്ലാത്ത നല്ല കൃത്യം കക്ഷികളാ. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ചാനലിൽ ഉൾപ്പെടെ ഈ അടിയന്തര പ്രമേയത്തിൽ പ്രതിപക്ഷം പറയുന്നതിൽ കഴമ്പുണ്ടോ, കാമ്പുണ്ടോ? പ്രതിപക്ഷം തെളിവുകൾ നിരത്തി അത് സമർത്ഥിക്കാനുള്ള അവരുടെ അവസരമാണ് അവർ ഇല്ലാതാക്കുക. ഉപദേശം കൊള്ളാൻ പറഞ്ഞ സാറേ, പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. തന്റെ തന്തയല്ല എന്റെ തന്ത. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? അവർ പറയുന്നതിൽ കഴമ്പില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. കാരണം ബഹുമാന്യ ഹൈക്കോടതിയുടെ നേരിട്ടുള്ള അന്വേഷണത്തിൽ നടക്കുന്ന അവർ രൂപീകരിച്ച ഒരു SIT, ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, ആ ടീം വളരെ ശക്തമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വ്യവസ്ഥയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. നമ്മൾ മറ്റൊരു സാധാരണ കേസ് പോലെ പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഇത് തെളിവുകൾ, തൊണ്ടി സാധനങ്ങൾ, ശാസ്ത്രീയമായി കൂട്ടിയോജിപ്പിക്കൽ, പ്രതികൾ തമ്മിലുള്ള ബന്ധം വെളിവാക്കൽ, സൂക്ഷ്മതലത്തിൽ ഓരോ ഇഞ്ചും ലിങ്ക് ചെയ്യിച്ചു കൊണ്ടുപോകൽ, ഇങ്ങനെ ഒരുപാട് കടമ്പകൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ മുമ്പിൽ. അപ്പോൾ ആ ജോലിയെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് മാത്രമേ ഇത് കുറ്റപത്രം സമർപ്പിച്ച് ഇത് നടപടികളിലേക്ക് പോകാൻ കഴിയും. അതല്ല എന്നുണ്ടെങ്കിൽ പ്രതികൾ ഒരുപാട് ക്രിമിനൽ സ്വഭാവമുള്ളവരും വലിയ സാമ്പത്തിക സ്വാധീനമുള്ളവരും വലിയ തരത്തിൽ ഈ കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ ശേഷിയുള്ളവരുമാണ്. ഈ പാടിന്റെ പുറകിൽ ഒരുപാട് കഥകളുണ്ടല്ലേ ഈശോ മറിയ ഔസേപ്പേട്ട. ശബരിമല ക്ഷേത്രക്കുള്ള സമാനതകളില്ലാത്തൊരു വിശ്വാസി അങ്ങേറ്റം വേദന ആഴത്തിൽ മുറിവേൽപ്പിച്ച് അധമപ്പണിയാണെന്ന് ആർക്കും തർക്കമില്ല. അത് നടന്ന LDFന്റെ ഭരണകാലത്താണ്. അതിന് ഒത്താശ ചെയ്തു കൊടുത്തത് LDFന്റെ കാലത്തെ ഭരണസമിതിയാണ്. രണ്ടാമതും കൊള്ളയ്ക്കുള്ള നീക്കം ഉണ്ടായോ എന്ന് കോടതിക്ക് സംശയമുണ്ടായ പോറ്റിപ്പരവധാന നീക്കം നടന്ന LDFന്റെ ഭരണകാലത്ത് തന്നെയാണ്. അതിന് നേതൃത്വം നൽകിയത് PS പ്രശാന്താണ്, LDF നോമിനി. എന്നെ സംശയിക്കരുത്. അകത്ത് കിടക്കുന്നത് CPMന്റെ മുൻ MLA അടക്കം നേതാക്കളാണ്. എല്ലാം SIT, എല്ലാം ഹൈക്കോടതി ബെഞ്ച് എന്ന് പറഞ്ഞൊഴിവാകൽ ഏറ്റവും ചുരുങ്ങിയത് ധാർമ്മികമായെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുമെന്നാണോ ശ്രീ പി? കേരളത്തിലെ സർക്കാർ ഈ നാട്ടിലെ ജനങ്ങളോട് കാണിച്ച വിശ്വാസവഞ്ചന കൂടിയാണ്. അപ്പൊ അത് രാഷ്ട്രീയം പറയണ്ടേ? പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വം രാഷ്ട്രീയം പറയുക എന്നുള്ളത് ഇനി ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കാര് ഇപ്പോ ഗോപൻ പറഞ്ഞത് കേട്ടാൽ 2004 KC വേണുഗോപാൽ ദേവസ്വം മന്ത്രി, 2007 ശമ്പളക്കാരനായി പോറ്റി, അതിനുശേഷം പ്രയാർ ഗോപാലകൃഷ്ണൻ. ഞാൻ ചോദിക്കട്ടെ ഗോപ, KC വേണുഗോപാൽ ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്ന സമയത്താണോ സ്വർണ്ണക്കൊള്ള നടന്നത്? ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. അല്ലല്ലോ, 2019 നടന്നത്. 2019 സ്വർണ്ണക്കൊള്ള നടക്കുന്ന സമയത്ത് ദേവസ്വം വകുപ്പിന്റെ മന്ത്രി ആരായിരുന്നു? കടകംപള്ളി സുരേന്ദ്രൻ. ഈ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഈ എല്ലാ മാനദണ്ഡങ്ങളും ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട് സ്വർണ്ണപ്പാടുകൾ പുറത്തു കൊണ്ടുപോയി എന്നുള്ളത് ഒരു വസ്തുതയല്ലേ? അത് നാട് മുഴുവൻ ഒട്ടുക കൊണ്ടു നടന്ന് പ്രദർശനം നടത്തി എന്നുള്ളത് ഒരു വസ്തുതയല്ലേ? അത് കടത്തി എന്നുള്ളത് വസ്തുതയാണ്. അപ്പോ ഈ കാര്യത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടതിൽ CPMന്റെ നേതാക്കന്മാരും CPIയുടെ നേതാക്കന്മാരും അല്ലേ ഉള്ളത്? LDFന്റെ ദേവസ്വം ബോർഡ് മെമ്പർ പ്രസിഡന്റും ഒക്കെ അല്ലേ അതിലുള്ളത്? വാസു കോൺഗ്രസിന്റെ KPCC മെമ്പർ അല്ലല്ലോ, പത്മകുമാർ DCC സെക്രട്ടറി അല്ലല്ലോ. ഇതൊക്കെ CPMന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരല്ലേ? നിങ്ങളുടെ സർക്കാർ ഉത്തരവാദിത്ത ബോധത്തോടെ ദേവസ്വം ബോർഡിനെ ഏൽപ്പിച്ചു കൊടുത്ത ആളുകളല്ലേ? അത് നിങ്ങൾ KC വേണുഗോപാലിന്റെ തലയിലേക്ക്, പ്രയാർ ഗോപാലകൃഷ്ണന്റെ തലയിലേക്കൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് കെട്ടുന്നത് നിങ്ങളുടെ രാഷ്ട്രീയ ദുഷ്ടലാക്കാൻ. ഇപ്പൊ ഞങ്ങൾ ഈ വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ സർക്കാർ പ്രതിരോധത്തിലാകുന്നതുകൊണ്ടാണ് മറ്റു പല വിഷയങ്ങളും. നരേന്ദ്രമോദിയുടെ സ്ട്രാറ്റജി ഇല്ലേ പിണറായി വിജയനും കേരളത്തിലെ മന്ത്രിസഭാംഗങ്ങളും എടുത്തത്? മറ്റു പല വിഷയങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുക. ഞാൻ പറഞ്ഞ നെയ്ത്തേങ്ങയും നെയ്യും ശർക്കരയും അഴിമതി നടത്തുന്നത് പോലെയല്ല.
ഭഗവാന്റെ വിഗ്രഹം തന്നെ അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നത് മറ്റൊരു വിഷയം കൂടിയാണ്. താങ്കൾ തീർച്ചയായും ശരിയായി സൂചിപ്പിച്ചതുപോലെ അവിടുത്തെ മുഴുവൻ ക്രമക്കേടുകളും കൊള്ളകളും ചർച്ച ചെയ്യപ്പെടേണ്ടത്. അവൻ പറഞ്ഞ നേരെ പക്ഷെ അതിനേക്കാൾ മുമ്പ് ചർച്ച ചെയ്യപ്പെടേണ്ടത് ദ്വാരപാലക ശില്പങ്ങളും കട്ടിലപ്പാടിയും മേൽക്കൂര അടക്കം അടിച്ചു മാറ്റി കൊണ്ടുപോയി പുറത്ത് വെക്കുന്ന കാട്ടുകൊള്ളക്കാർക്കെതിരെയുള്ള വിഷയമാണ് കൂടുതൽ ശ്രദ്ധയോടെ സംസാരിക്കുന്നത്. ചെവിയിൽ വെച്ചിട്ട് റോഡിൽ കൂടി ഒന്ന് ഓടിയാലോ ഇനി ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, 2019 കിട്ടിയ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട് പൂഴ്ത്തി വെക്കപ്പെട്ടത് പിണറായി വിജയൻ സർക്കാർ ഭരിക്കുന്ന കാലത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി, ഈ കാട്ടുകള്ളനായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെയുള്ള റിപ്പോർട്ട് വന്നിട്ട് അത് പൂഴ്ത്തി വെച്ചതാരാ? പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്തല്ലേ? ഉണ്ണികൃഷ്ണൻ പോറ്റി കട്ട് കടത്തിയ സ്വർണത്തിന്റെ ഒരു വിഹിതം കൊണ്ട് കല്യാണം നടത്താമെന്ന് ഇമെയിൽ അയച്ചത് വാസുവിനല്ലേ? എനിക്കൊന്നും അറിയാൻ മേലടോ, എന്റെ തല ചുറ്റും. വാസു എന്താ കല്യാണത്തിന്റെ ക്ഷണക്കത്താണെന്നാണോ വിചാരിച്ചത്? അപ്പൊ അതൊക്കെ പിണറായി വിജയൻ സർക്കാർ ഭരിക്കുന്ന കാലത്തല്ലേ? നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ലേ? നിങ്ങൾ എന്തുകൊണ്ട് കഴിഞ്ഞ 8-9 വർഷക്കാലം ഇത് മൂടി വെച്ചു എന്നുള്ളതിന് മറുപടി പറയണ്ടേ? ആ മൂടി വെച്ചിട്ട് 2025 വീണ്ടും ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെ ഈ വീണ്ടും സ്വർണം പൂശാൻ വേണ്ടി കൊടുക്കുന്ന കാര്യത്തിൽ നിങ്ങൾ തീരുമാനമെടുക്കുന്നതുമായിട്ട് മുന്നോട്ട് പോയല്ലോ. അപ്പോ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? 2004 കെ.സി. വേണുഗോപാൽ, പ്രയാർ ഗോപാലകൃഷ്ണൻ, UDF. നാണമില്ല ഗോപ? നിങ്ങളുടെ കാലത്ത് നടന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തുകൊണ്ട് മറുപടി ഇല്ല? അപ്പൊ ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. എന്ത് ചുറ്റിക്കളി? ഒരു ചുറ്റിക്കളി ഇല്ലല്ലേ? ശരി, ഞാൻ ചോദിക്കട്ടെ, പത്മകുമാർ എന്തുകൊണ്ടാണ് ജയിലിൽ കിടക്കുന്നത്? അതിന് നിങ്ങൾക്ക് ഒരു നടപടി എടുക്കാൻ പറ്റിയിട്ടുണ്ടോ? ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട്. SIT-ൽ നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെന്നാണ് ഗോപൻ അവസാനം പറഞ്ഞു വെച്ചത്. തീർന്നിട്ടില്ല, ബാക്കി വന്നിട്ട് തരുന്നുണ്ട്. ഹൈക്കോടതി നിയമിച്ച SIT-ൽ നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. SIT-ൽ നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെങ്കിൽ അതേ SIT അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടിരിക്കുന്ന വാസുവിനെയും പത്മകുമാറിനെയും എന്തുകൊണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നില്ല? സംഘടനാപരമായ ഒരു നടപടി എടുക്കാൻ പറ്റുന്നില്ല? എന്റെ ഒരു പേഴ്സണാലിറ്റിയുടെ വിജയമാണ്. ഏതൊക്കെ അട്ടിമറിയിൽ ആരൊക്കെ ഊരിപ്പോയാലും രാജ്യത്തിനകത്തും പുറത്തും കോടിക്കണക്കിന് ആളുകൾ ഉപാസനാമൂർത്തിയെ കണ്ട് ആരാധിക്കുന്ന അയ്യപ്പന്റെ പൂങ്കാവനത്തിൽ ഒരു മാഫിയ കോക്കസ്, കാട്ടുകള്ളന്മാർ. അവൻ കാണിച്ചത് അവൻ മഹാതെമ്മാടിയാണെന്ന്. ദേവസ്ഥാനം കാക്കാൻ ബാധ്യസ്ഥമായ അധികാര സ്ഥാനങ്ങളുടെ നാണം കെട്ട ഒത്താശയിൽ കയറി ഇറങ്ങി നെറികെട്ട് നിറങ്ങി കാശുണ്ടാക്കിയ ഒരു കറുത്ത കാലത്തിന്റെ ഒരിക്കലും മറക്കാനാവാത്തൊരു ചരിത്രമാണ് ആ കേസിന് നാൾ വഴി. ചരണമന്ത്രങ്ങളുടെ 18 പടികളും താണ്ടി ഒന്ന് കൈകൂപ്പി നിൽക്കാൻ ഒറ്റ നിമിഷം ആയുഷ്കാല സായുജ്യമായി കാണുന്ന ആ വിശ്വാസി വികാരവഞ്ചനയിൽ ഓരോ തവണ രക്ഷപ്പെടുമ്പോഴും ഒരിക്കൽ പിടിക്കപ്പെടും എന്നോർമ്മ. ശ്രീകോവിൽ വരെ കൈവക്കാൻ മടിയില്ലാത്ത ആ തെമ്മാടിക്കൂട്ടത്തിന്റെ തലവൻ, ക്ഷേത്രക്കൊള്ളയുടെ സൂത്രധാരൻ, 1-ാം പ്രതിയായ കള്ളപ്പൊറ്റിയോട് ജാമ്യം കണ്ട ആരും എന്റെ അയ്യപ്പ എന്ന് വിളിക്കേണ്ട. പൂർണ്ണ കുറ്റപത്രമല്ല, താൽക്കാലിക കുറ്റപത്രം പോലും ഇല്ലാത്തതിൽ സ്വാഭാവിക ജാമ്യം ഏത് കുറ്റവാളിയുടെയും ബൈ ഡീഫോൾട്ട് അവകാശമാണ്. ജയിൽ ഈസ് എക്സെപ്ഷൻ എന്നാണ് ഐഡിയൽ പ്രമാണമെങ്കിലും ഈ പ്രതികൾ ഇറങ്ങിപ്പോയാൽ അവർ അന്വേഷണം അട്ടിമറിക്കുമെന്ന ആശങ്ക ഒരു കോടതി ഉത്തരവിലാണ്. ആ ട്രയൽ കോടതിയും ഹൈക്കോടതിയും സുപ്രീം കോടതിയും കൊടുക്കാത്ത മോചനം സാങ്കേതികമായി സാധ്യമാകാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യൂ അന്വേഷണ സംഘമേ എന്ന് പറഞ്ഞ ഉത്തരവിന്റെ ആഴ്ച ഒന്നായപ്പോഴേക്കും പോറ്റിയടക്കം പ്രധാനികൾ ഇറങ്ങിയെങ്കിൽ അർത്ഥം രണ്ടാണ്. എന്നെ സംശയിക്കരുത്. ഒന്നുകിൽ നടുവിനടിയേറ്റ SIT അന്വേഷണത്തിൽ ബമ്പർ പരാജയം, അല്ലെങ്കിൽ ഇനിയും ഒരുപാട് അന്വേഷണ ബാക്കിയിൽ നമ്മളൊന്നും സ്വപ്നത്തിൽ പോലും കരുതാത്ത മാരകമായ ഏതോ സുഭാഷ് കപൂർ മോഡൽ ഡെക്കോയിറ്റി. കോടതി പറയട്ടെ. മനുഷ്യനെ നാണം കെടുത്താനായിട്ട് ഓരോ കോമാളി വേഷോട്ടോണ്ട് ഇറങ്ങിയിരിക്കുക. പക്ഷെ എല്ലാം കോടതി, എല്ലാം SIT. പ്രതിഷേധമുണ്ടായാൽ കോടതിക്കെതിരെ നറേറ്റീവ് ഒരു സർക്കാർ ഉണ്ടാക്കിയെടുക്കുന്നത് രക്ഷപ്പെടാൻ അടവാണ്, ഉടായ്പാണ്. ഓർക്കണം, ഏതായാലും കള്ളി വെളിച്ചത്തായി. ഇനി എന്തിനാ സുഖി ഒളിച്ചുകളി? ഉള്ള കാര്യം തുറന്നു പറഞ്ഞാൽ ആ ദേവസ്വം ബോർഡ് അടിച്ചിറക്കിയ തിട്ടൂര ബലത്തിൽ ശാസ്താവിന്റെ ശ്രീകോവിൽ അള്ളിയ ക്ഷേത്രക്കൊള്ളയുണ്ടായ 1-ാം പിണറായി സർക്കാരിന്റെ കാലത്താണ്. ഇതൊക്കെ കയ്യോടെ പിടിച്ചു കൊടുത്തില്ലെങ്കിലേ നീയൊക്കെ വഷളായി നാടിനും വീടിനും കൊള്ളണം. ആ കൊള്ളയുടെ തുടർച്ച എന്ന് കോടതി സംശയിച്ചത് 2-ാം പിണറായി സർക്കാരിന്റെ കാലത്താണ്. നാണക്കേടായി പോയി. നിങ്ങൾക്ക് മാത്രമല്ല എനിക്ക് നാണക്കേടാ. നോക്കുക, പോറ്റി ഇറങ്ങിയിട്ട് ഉറങ്ങാനാവാതെ ജയിൽ ചപ്പാത്തി അടിക്കുന്നത് XMLA ഇപ്പോഴും പാർട്ടിയോട് ജില്ലാ കമ്മിറ്റി അംഗം അണിന്നിട്ടും സോണിയാഗാന്ധി വാജിവാഹനം എന്ന ആവർത്തന ക്യാപ്സൂൾ പണിയെങ്കിൽ മാഞ്ഞു പോകുന്നതാണോ സാറേ അപരിഹാരം രാഷ്ട്രീയ കറ? എന്റെ ഈശ്വര, എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു പുരിവാലി കിട്ടി. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.